എന്നെ ബാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഖുർആനിലെയും ഹദീസുകളിലെയും അന്യമത വിദ്വേഷം തലയ്ക്ക് പിടിച്ച മുസ്ലിങ്ങൾ ജനവാസ നഗരങ്ങളിലേക്ക് 10 ദിവസം കൊണ്ട് 4000-ലധികം മിസൈലുകൾ അയക്കുന്നതാണ്. നാളെ ഇവരുടെ കൈവശം ഒരു ആറ്റം ബോംബാണ് കിട്ടുന്നതെങ്കിൽ ഇവരെന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ. കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കാര്യങ്ങളല്ല. ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും ഖുർആനും ഹദീസുകളും പഠിച്ച മുസ്ലിങ്ങൾ ലോകത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ അയൽപക്കത്തുള്ള ഏതെങ്കിലും ഒരു മുസൽമാൻ നാളെ ഖുർആനും ഹദീസുകളും വള്ളിപുള്ളി തെറ്റാതെ അനുസരിക്കണം എന്നൊരു തീരുമാനമെടുത്താൽ ഇതൊക്കെ നാളെ മുതൽ ഞാനും എൻ്റെ നാട്ടുകാരും അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത്. എക്സ് മുസ്ലിംസ് ഇസ്ലാമിനെതിരെ വിമർശനമായി പറയുന്ന മുഹമ്മദിൻ്റെ പെണ്ണുകെട്ടലുകളുണ്ടല്ലോ, അതൊക്കെ നാളെ ഒരു മുസൽമാൻ അങ്ങനെ തന്നെ അനുകരിക്കാൻ തീരുമാനിച്ചാലും എനിക്കതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ബലാത്സംഗത്തിനും ശിശുപീഡനത്തിനുമൊക്കെ ആ മുസൽമാൻ ജയിലിലേക്ക് എടുക്കേണ്ടി വരും എന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നെ ബാധിക്കുന്നതെന്ന് പറഞ്ഞത്, അതെന്നെ മാത്രമല്ല നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരെയും അത് ബാധിക്കുന്നതാണ്. ഇസ്ലാമിനൊരു പ്രശ്നമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ, ഇസ്ലാമിക പണ്ഡിതന്മാർ ആരും വായ തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ, ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന അമുസ്ലിങ്ങളെ പുറകീന്ന് കുത്തുന്ന പണിയെടുക്കുന്ന എക്സ് മുസ്ലിംസിൻ്റെ ഇസ്ലാമിക വിമർശനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. മുഹമ്മദ് പെണ്ണ് പിടിച്ചതും യുദ്ധത്തടവുകാരികളെ ബലാത്സംഗം ചെയ്തതും അള്ളാഹു മുഹമ്മദിൻ്റെ കുടുംബ വഴക്കിൽ ഇടപെടുന്നതും പോലെയുള്ള കാര്യങ്ങളെ കോമഡി രൂപത്തിൽ അവർ ഇസ്ലാമിനെതിരെ പറയും. കേൾക്കുന്നവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു നേരം പോക്ക്, അത്രമാത്രം. അതല്ലാതെ പരിഷ്കൃത സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇസ്ലാം എന്ന ഐഡിയോളജി എന്ന് ഇവരെ വായിക്കുന്നവർക്കോ ഇവരെ കേൾക്കുന്നവർക്കോ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിമർശനവും ഇവർ ഇസ്ലാമിനെതിരെ നടത്തുകയില്ല. ഇക്കോട്ടർ ഇസ്ലാമിനെ ഒരു കോമഡി ആയിട്ടാണ് എപ്പോഴും അവതരിപ്പിക്കുക. ഇവരുടെയൊക്കെ ഇസ്ലാമിക വിമർശന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ തല തല്ലിച്ചിരിക്കും. ഞാനും കുറേ കേട്ട് ചിരിച്ചിട്ടുണ്ടാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചിരിക്കും. ശരിയാണ്, ആകെ നല്ല അവതരണ മികവും കഴിവൊക്കെ ഉണ്ട്. അമ്മാതിരി കോമഡി ആയിട്ടാണ് ഇവർ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാം ഒരു കോമഡിയല്ല, അതൊരു മോൺസ്റ്ററാണ്, ഒരു ഭീകര സ്വത്വമാണ്. ഇസ്ലാം എന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരുടെ അടക്കം സകലരുടെയും ജീവിതം നരകതുല്യമാക്കുന്ന ഒരു ഭീകര സ്വത്വമാണത്. ഇന്ത്യയിൽ ആ സ്വത്വം ഉറങ്ങിക്കിടക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അത് എന്നും ഉറങ്ങിക്കൊണ്ടിരിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. എന്നെങ്കിലും ഒരിക്കൽ അത് ഉറക്കമുണരും. ഇസ്ലാം കോമഡിയാണ് എന്നും പറഞ്ഞുള്ള ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ട് ചിരിച്ചു പറയുന്നവർക്ക് അന്ന് മനസ്സിലാകും യഥാർത്ഥ ഇസ്ലാം എന്താണെന്നുള്ള കാര്യം. ഇവർ ഇസ്ലാമിനെ കോമഡിയായിട്ട് മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ എന്നതല്ല എൻ്റെ വിഷയം. അതൊരു വിഷയമായി ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇവർക്കെതിരെ ഞങ്ങൾ പണ്ടേ വീഡിയോ ഇറക്കിയേനെ. ഞങ്ങളുടെ വിഷയം വേറെയാണ്. ഖുർആനിലും ഹദീസുകളിലും കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ അനുസരിക്കാൻ മനസ്സ് വെച്ച ഏതെങ്കിലും മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കാഫിറുകളെ കൊല്ലുകയോ അല്ലെങ്കിൽ കാഫിറുകളുടെ ആരാധനാലയങ്ങളിൽ ചെന്ന് ചാവേറുകളായി സ്വയം പൊട്ടിച്ചിതറുകയോ അതുമല്ലെങ്കിൽ കാഫിറുകളുടെ രാജ്യത്ത് കലാപം നടത്തി അവിടെയുള്ളവരുടെ ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തതിൻ്റെ ഫലമായി ആ ക്രൂരകൃത്യം ചെയ്തവരെയും അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഇസ്ലാമിക പ്രമാണങ്ങളെയും അമുസ്ലിങ്ങളായ ആളുകൾ തുറന്നു കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഏറിക്കയറ്റുമ്പോൾ അന്നേരം മറ്റ് മതങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വെച്ച് ഇസ്ലാമിനെ എയറിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നവരെ ആക്രമിക്കുന്ന വൃത്തികെട്ട പരിപാടിയുണ്ടല്ലോ, അതാണ് എൻ്റെ വിഷയം. അമുസ്ലിങ്ങൾ വിമർശനത്തിന് അതീതരാണെന്നോ അവരുടെ ചരിത്രമോ പ്രമാണ ഗ്രന്ഥങ്ങളോ വിമർശിക്കപ്പെടാൻ പാടില്ലോ എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആ ഒരു ഉദ്ദേശമേ എനിക്കില്ല. അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്, ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ക്രിസ്തുമതം അടക്കമുള്ള എല്ലാ മതങ്ങളെയും വിമർശനത്തിന് വിധേയമാക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ നടന്ന തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ. പുതിയ തലമുറ അത് മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ളൊരു ഒരു ചതിക്കുഴിയിൽ ഇനി വീഴരുതെന്നുള്ളൊരു ചിന്ത ക്രൈസ്തവരായ യുവാക്കൾക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്ന് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി മാത്രം ഇന്ന് വിഭിന്നമായിട്ടിരിക്കുകയാണ്. ഈ ക്രിസ്ത്യാനിയുടെ പ്രമാണങ്ങളിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ്, ബൈബിളിൽ നിന്ന്, യേശുക്രിസ്തുവിൽ നിന്ന്, അപ്പോസ്തലന്മാരിൽ നിന്നൊക്കെ അകന്നു പോയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഴ്ച സംഭവിച്ചതെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക്, ബൈബിളിലേക്ക്, അപ്പോസ്തലന്മാരിലേക്കൊക്കെ വരുവാൻ, അവരെ പിന്തുടരുവാൻ ക്രൈസ്തവ യുവാക്കൾക്ക് അതൊരു പ്രചോദനമായി തീരും. അതുകൊണ്ട് തന്നെ ക്രിസ്തുമതത്തിനൊക്കെ വന്നുപോയിട്ടുള്ള ഈ പഴയകാലത്തെ അപജയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വെക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിലൊരു കുഴപ്പവും ഇല്ല. പക്ഷേ ഖുർആൻ ഹദീസുകളും അനുസരിക്കാൻ മനസ്സ് വെച്ചവർ ചെയ്ത ക്രൂരതയുടെ കാഠിന്യം കാരണം ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും ന്യായീകരണമായി വരാതെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എക്സ് മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളുടെ മതപ്രമാണ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചും ഇല്ലാത്ത കാര്യങ്ങൾ അതിൽ തിരികെ കയറ്റിയും
സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വെക്കുന്നതിൻ്റെ ഉദ്ദേശം അതത്ര നല്ലതൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പരയ്ക്കൽ പോയി കവടി നിരത്തേണ്ട കാര്യമൊന്നുമില്ല. അരിയാഹാരം കഴിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 10 ദിവസം കൊണ്ട് 4000-ലധികം മിസൈലുകളാണ് ഗാസയിലെ മുസ്ലിങ്ങൾ ഇസ്രായേലിലെ നഗരങ്ങളിലേക്ക് അയച്ചത്, സിവിലിയൻസിനിടയിലേക്ക് അയച്ചത്. അയൺ ഡോം ഉണ്ടായിരുന്നുകൊണ്ട് ഇസ്രായേലിൽ മരണം വളരെ കുറവായിരുന്നു. എന്നാൽ ഇസ്രായേലിന് അയൺ ഡോം ഇല്ലാതിരുന്ന കാലത്ത്, അയൺ ഡോം കിട്ടിയിട്ട് അധികാരമൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ അയൺ ഡോം അവർ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള കാലത്താണ് ഈ പലസ്തീൻ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ അയച്ച ഈ മിസൈലുകളൊക്കെ കിട്ടിയിരുന്നതെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? 10,000-ങ്ങളോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ ഇസ്രായേലിൽ കൊല്ലപ്പെടുമായിരുന്നില്ലേ? കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന അന്യമത വിദ്വേഷം അങ്ങനെ തന്നെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ മുസ്ലിങ്ങളുടെ കയ്യിൽ വല്ല ആറ്റം ബോംബിൻ്റെ നിയന്ത്രണം എങ്ങാനും കിട്ടിയാൽ എന്തായിരിക്കും ലോകത്തിലെ അമുസ്ലിങ്ങളുടെ അവസ്ഥ? മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ് ഗാസയിലെ മുസ്ലിങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാൻ വന്നാൽ നാട്ടുകാരുടെ ഇടി കിട്ടുമെന്ന് പേടിച്ച് ആസ്ഥാന ഇസ്ലാമിക ന്യായീകരണ സുടുക്കൾ വരെ മിണ്ടാതിരിക്കുമ്പോൾ, അവരുടെ സ്ഥിരം പല്ലവിയായ സേവ് ഗാസ എന്നത് പോയിട്ട് സേ എന്ന് പോലും പറയാൻ ധൈര്യപ്പെടാതിരിക്കുമ്പോൾ, പതിവ് പോലെ ചില മുസ്ലിംസ് ഇസ്ലാമിനെ എയറിൽ നിന്ന് താഴെ ഇറക്കാമെന്നുള്ള വ്യാമോഹത്തോടെ ക്രിസ്ത്യാനികൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ചിലർ യൂട്യൂബ് വീഡിയോകളുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ചിലർ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നല്ല കോമഡിയാണ്. ക്രിസ്ത്യാനികൾക്കൊക്കെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടൊക്കെയുള്ള പോസ്റ്റുകളൊക്കെയാണ് വരുന്നത്. അതല്ലാത്തതുകൊണ്ട് ക്രിസ്ത്യാനികളെ വർഗീയവാദികളായി ചിത്രീകരിച്ചുകൊണ്ടൊക്കെ ഉള്ളത്. ഉദാഹരണത്തിന് 2 ദിവസം മുമ്പ് ജസ്ല മാടശ്ശേരി ഇട്ട ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ക്ലബ് ഹൗസിൽ ക്രൈസ്തവ യുവാക്കൾ നടത്തിയ ചർച്ചയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരത് ഇട്ടിരിക്കുന്നത്. ഞാനത് വായിക്കാം. ക്ലബ് ഹൗസിലെ ക്രിസ്ത്യൻ യുവതയുടെ ചർച്ച അങ്ങേയറ്റം വർഗീയത പടർത്തുന്നതായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പടർത്തുക, ലവ് ജിഹാദ്, ഇതൊക്കെയാണ് വിഷയം. മുഴുവൻ കേട്ടിരിക്കാൻ പോയിട്ട് 10 മിനിറ്റ് പോലും കേട്ടിരിക്കാൻ ശേഷിയുണ്ടായില്ല. ഞാൻ തളർന്നു പോയി എന്ന് തന്നെ പറയാം. ഇത്രയധികം വിഷം വമിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു? ഒന്ന് പറയാം. ഇന്ത്യ എന്ന ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത് വർഗീയത പടർത്താൻ ഒരിക്കലും അനുവദിക്കില്ല. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ജീവനായിരിക്കെ ഫാസിസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് വർഗീയത പടർത്തിയാൽ മനുഷ്യരിടപെടും. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങരുത് പ്രിയപ്പെട്ടവരെ, മനുഷ്യരിലേക്ക് പടരൂ, സ്നേഹം പടർത്തൂ. ഇനിയും ഇത്തരം ചർച്ചകൾ നടത്താൻ ശ്രമിച്ചാൽ എതിർക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് മുസ്ലിമായ ആ മഹദി പറയുന്നത്. വർഗീയവാദി ചാപ്പയെ ഭയപ്പെടാത്ത ക്രിസ്ത്യാനികൾ ചെന്നിട്ട് ആ പോസ്റ്റിൽ കമൻ്റ് ഇട്ടതോടെ പ്രകോപിതയായ ജസ്ല മാടശ്ശേരി അടുത്തൊരു പോസ്റ്റും കൂടി ഇട്ടു. അതിങ്ങനെയാണ്: സംഘികളോടും സുഡാപ്പികളോടും മാപ്പ് പറയുന്നില്ല, എന്നാലും ചെറിയൊരു തിരുത്ത്. നിങ്ങളെക്കാൾ വർഗീയത, ഇവിടെ വർഗീയത ഒട്ടുമില്ലെന്ന് പറയുന്ന കൃമികീടങ്ങളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഭേദം തൊമ്മരാണ്. അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളിൽ മുസ്ലിം സംഘടനകൾ എടുക്കുന്ന നിലപാട്, അതോടൊപ്പം തന്നെ ലവ് ജിഹാദ് എന്ന മുസ്ലിം തന്ത്രത്തിൽ ക്രിസ്ത്യൻ യൂത്ത്സ് എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണം, പിന്നെ പക്കാ മതപ്രീണനമാണെന്ന് മനസ്സിലാക്കി ഹൈക്കോടതി റദ്ദ് ചെയ്ത 80:20 എന്ന് പറയുന്ന ആ അനീതി, സാമ്പത്തിക സംവരണം, ഇതൊക്കെയാണ് ആ ക്ലബ് ഹൗസ് റൂമിൽ ചർച്ച ചെയ്തതെന്നാണ് അന്വേഷണത്തിൽ എനിക്കറിയാൻ കഴിഞ്ഞത്. അത് കടുത്ത വർഗീയതയായിട്ടാണ് മുസ്ലിം മാഡത്തിന് തോന്നുന്നത്. ഇതൊക്കെ വർഗീയതയാണ്. പക്ഷേ ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയ്ക്ക് അനുശോചനം അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കും MLAക്കും പിന്നെ MLA ആകാൻ വേണ്ടി ഇലക്ഷനിൽ മത്സരിച്ച ആൾക്കൊക്കെ അവരുടെ ആ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നതിൽ ഒരു വർഗീയതയും ഈ മുസ്ലിം മാഡം കാണുകയില്ല. 80:20 വിഷയത്തിൽ കോടതി വിധി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട PJ ജോസഫിനെതിരെ മുസ്ലിങ്ങൾ സംഘടിത നീക്കം നടത്താൻ വേണ്ടി വാട്സാപ്പിലൂടെ ആഹ്വാനം നടത്തുന്നത് ഈ മുസ്ലിം മാഡത്തിന് വർഗീയതയായി തോന്നില്ല. ഹമാസിൻ്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന അതുപോലെയുള്ള 10,000-കണക്കിന് ക്രിസ്ത്യൻ സ്ത്രീകളെയും അതിനിന്ദ്യമായ ഭാഷയിൽ അവഹേളിച്ചുകൊണ്ട്, വേശ്യ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ മുസ്ലിങ്ങൾ നിറഞ്ഞാടിയത് ഫെമിനിസ്റ്റ് ആണെന്നും പറഞ്ഞ് നടക്കുന്ന ഈ മുസ്ലിം മാഡത്തിൻ്റെ കണ്ണിൽ വർഗീയതയേ അല്ല. കൊയിലാണ്ടിയിലെ ഇടതുപക്ഷ MLA ആയ കാനത്തിൽ ജമീല തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. മലബാർ മേഖലയിലെ ഒരു സ്കൂളിലെ മലയാളം ചരിത്ര അധ്യാപകർ അവരോട് പറഞ്ഞ കാര്യമാണ് അവർ പരസ്യമായിട്ടും പറഞ്ഞത്. അവരുടെ വാക്കുകൾ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിക്കുകയാണ്. അല്ലാതെ എനിക്ക് വേണമെങ്കിൽ അത് പറഞ്ഞു പോകാം. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയാൽ, വീഡിയോ കാണിക്കാതെ വെറുതെ ഞാനത് പറഞ്ഞു പോയാൽ പിന്നെ പറയും ഇതൊക്കെ ഞാൻ പടച്ചുണ്ടാക്കി പറയുന്നതാണെന്ന് ജിഹാദികൾ വന്ന് ഈ വീഡിയോയ്ക്ക് കീഴിൽ കമൻ്റ് ഇടാൻ സാധ്യതയുണ്ട്. കാരണം അത്തരം കമൻറ്റുകൾ പലതും ഞാൻ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും കണ്ടു. ടെക്സ്റ്റ് മെസ്സേജായിട്ട് മാത്രം ഈ വിഷയം വന്നിരിക്കുന്ന അതിൻ്റെ കീഴെ ഇത് ശാഖയിൽ നിന്ന് കിട്ടിയതായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻസുകൾ. അപ്പോൾ അങ്ങനെയുള്ള കമൻസ് ഇവിടെ വരണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ
വീഡിയോ തന്നെ കാണിക്കുന്നത്. അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. സ്വന്തം മദ്രസയിൽ പഠിക്കുമ്പോൾ ആ മദ്രസയുടെ പഠനത്തിൽ അവിടെയും വർഗീയത കുത്തിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗത്തൊരു സ്കൂളിലെ പരിപാടിക്ക് പോയപ്പോൾ ആ സ്കൂളിലെ അധ്യാപകൻ എന്നോട് പറയുകയാണ്, വളരെ പ്രയാസപ്പെട്ടാണ് പറയുന്നത്, ഇവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റാറില്ല പ്രസിഡന്റ്, ഞങ്ങൾ വിചാരിച്ചതുപോലെ. മലയാളം അധ്യാപകനാണ് പറയുന്നത്. മലയാളം അധ്യാപകൻ പറയാണ്, ചരിത്ര അധ്യാപകനും എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ അവർ പറയാണ്, എല്ലാ വിഷയവും മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. കുട്ടികൾ ചില ക്ലാസ്സുകളിൽ കുട്ടികൾ പറയുന്നത് സീതയുടെയും രാമന്റെയും രാവണന്റെയും അതേപോലെ ചരിത്രത്തിലുള്ള കഥകൾ പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ ഇത് പറയണ്ട മാഷെ, ഇത് ഞങ്ങളോട് പറയണ്ട, ഇത് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്റെ ഉപ്പ അടിച്ചു കൊല്ലു എന്നാ പറയുന്നത്. ഞങ്ങൾ എന്താ പ്രശ്നം ചെയ്യാ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് അധ്യാപകരാണ്? ഇത് ഇല്ലാതാക്കുകയല്ലേ നമ്മുടെ കടമ? ഇത് ഇല്ലാതാക്കുകയാണ് നമ്മുടെ കടമ. അന്ധവിശ്വാസങ്ങൾ, ചരിത്രം അത് കുട്ടികൾ പഠിക്കേണ്ടതാണ്. എല്ലാ ഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ പഠിക്കാതെ നിങ്ങൾ എന്താ പഠിപ്പിക്കാൻ പോവുക ഇവിടെ? പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ? എന്താണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയാ? അതൊന്നും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പോലെ ഇവിടെ പറയാൻ പറ്റൂല പ്രസിഡന്റ്. ഇവിടെ നിങ്ങൾ ഇതൊന്നും ഉറക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെയായിരിക്കും. അതാണ് സംഭവം. ഇതാണ് നമ്മുടെ രാജ്യം, ഇതാണ് നമ്മുടെ സാഹചര്യം, ഇതാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. അതാണ് വീട്ടിൽ നിന്നും വിഷം കുത്തി വെച്ചുകൊണ്ട് മതം, നമ്മുടെ ഒരു മതം മാത്രമേ ഉള്ളൂ, മറ്റവന്റെ മതം, അത് അന്യജാതിക്കാരനെ അന്ന മതക്കാരനെ ആ ഭാഗങ്ങളിലെ പുസ്തകം പോലും വായിക്കുവാൻ വേണ്ടി വീട്ടിൽ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റം വരേണ്ടെന്ന, നമ്മുടെ ഏറ്റവും നല്ല സാംസ്കാരികമായിട്ട് ഉയർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഈ കാലം, ഇന്ന് നമ്മുടെ കുട്ടികൾ വളരുന്നത് ഏത് ലോകത്താണെന്നൊന്ന് നോക്കി. മലബാറിലെ അവസ്ഥയാണ് ഈ കേട്ടത്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അധികം വൈകാതെ കേരളം മുഴുവനും ഇതേ അവസ്ഥയിലാകും. പിന്നെയും ചില വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളിന്ന് പാകിസ്ഥാനിൽ നിന്നും നൈജീരിയയിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെ കേൾക്കുന്ന വാർത്തകളുണ്ടല്ലോ. ആ ക്രിസ്ത്യാനികളെ അവിടെ കഴുത്തെറുത്ത് കൊന്നു, ബോംബ് വെച്ച് കൊന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ 12-13 വയസ്സുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് നടത്തുന്നു, വിവാഹം കഴിക്കുന്നു, നിർബന്ധമായിട്ട് മതം മാറ്റുന്നു, എന്നിട്ട് അവൻ്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കാൻ കോടതി ഉത്തരവിടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ അത് കേരളത്തിൽ നിന്നും കേൾക്കാൻ തുടങ്ങും. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇതിപ്പോൾ ഏറ്റവും അടുത്ത ഒരു വാർത്ത കൂടെ ഈ അടുത്താണ് വന്നത്. 3 ദിവസമായിട്ടായിട്ടുള്ളൂ. ഒരു പെൺകുട്ടിയെ ഇതുപോലെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അവർ ആ പെൺകുട്ടിയെ മതം മാറ്റി അവളെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വ്യാജരേഖകളുണ്ടാക്കി. പെൺകുട്ടിക്ക് 19 വയസ്സാണെന്നും പറഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ അവളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, പിന്നെ പള്ളിയിലെ ബാപ്റ്റിസത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ എടുത്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അവർ അത് കാണിച്ചിട്ട് പറഞ്ഞു ഇവൾക്ക് ആകെ 13 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ കോടതി ഇത് കേട്ടില്ല. കോടതി ഇവൾക്ക് 19 വയസ്സായി, ഇനി അവൻ്റെ ഒപ്പം പോയി നല്ലൊരു ഭാര്യയായി ജീവിക്കുമെന്നും പറഞ്ഞ് ഈ 48 വയസ്സുള്ള ആളുടെ ഈ 13-കാരനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേരളത്തിൽ നിന്നും കേൾക്കാൻ തുടങ്ങും. ഇതല്ലേ ഈ സ്ഥിതിയിലാണ് പോകുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് മനസ്സിലാക്കി ദീർഘവീക്ഷണമുള്ള ക്രിസ്ത്യൻ ചെറുപ്പക്കാർ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അത് എക്സ് മുസ്ലിമായ ജസ്ല മാടശ്ശേരിക്ക് വർഗീയതയാണ്, വിഷം വമിപ്പിക്കലാണ്. ഞാൻ ക്ലബ് ഹൗസിൽ ഒരു ചർച്ചയിലും പങ്കെടുക്കാതിരുന്ന ആളാണ്. പക്ഷെ ജസ്ല മാടശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇനിയും ഇത്തരം ചർച്ചകൾ നടത്താൻ ശ്രമിച്ചാൽ എതിർക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അത് വ്യാകരണപരമായിട്ട് തെറ്റാണ്. എതിർക്കുക തന്നെ ചെയ്യും എന്നാണ് വേണ്ടത്. അതെന്തെങ്കിലും ആകട്ടെ, അവർ പറഞ്ഞ ആശയം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ പിറ്റേന്നത്തെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുകയും ചെയ്തു. കാരണം അവരുടെ ആ ഒരു നിലപാട് ശരിയല്ല. ജസ്ല മാടശ്ശേരിയുടെ പോസ്റ്റിൽ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരന്മാരുടെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ എക്സ് മുസ്ലിം മാഡം കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എതിർക്കുമെന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊന്ന്, അൺമാസ്കിങ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. എക്സ് മുസ്ലിങ്ങളാണ് അതിൻ്റെ പുറകിലുള്ളവർ. അതിൻ്റെ അഡ്മിൻ പാനലിലുള്ള പല ആളുകളും എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളുമാണ്. എനിക്ക് നേരിട്ട് അവരെ കണ്ടിട്ടൊന്നുമില്ല, ഫേസ്ബുക്കിലുള്ള പരിചയമാണ്. ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പായി അതിനകത്തും പോസ്റ്റുകളൊക്കെ വന്നിരുന്നു. ഒരെണ്ണം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇതൊരു മുന്നറിയിപ്പാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇക്കാലത്ത് ഇസ്ലാം കൂടുതലായി വിമർശിക്കപ്പെടാനുള്ള കാരണം ആ മതത്തിൻ്റെ ഫാസിസ്റ്റ് നിയമങ്ങളും അത് പൊളിറ്റിക്കലായി പ്രയോഗവൽക്കരിക്കാനുള്ള അതിലെ തീവ്ര വിശ്വാസികളുടെ പ്രവർത്തനങ്ങളുമായിരുന്നു.
അതിൻ്റെ ഭാഗമായി ആ മതത്തിലെ തീവ്രവാദികൾ മറ്റ് മതങ്ങളെ ഇകഴ്ത്തി പ്രചരിപ്പിക്കുകയും ഇസ്ലാം മാത്രമേ ശരിയായത് എന്ന് സ്ഥാപിച്ചെടുക്കാനായുള്ള വിവിധ കലാരൂപങ്ങൾ ആടിത്തിമിർത്തും. അങ്ങനെ സംഭവിച്ചാലുണ്ടാകുന്ന അപകടത്തെ മുൻകൂട്ടി കണ്ട യുക്തിവാദികളും ഇസ്ലാമിൽ നിന്ന് തന്നെയുള്ള മതവിമർശനം നടത്തുന്നവരും ആദ്യമൊക്കെ ഇസ്ലാം മതവിമർശനം നടത്തിയത്. ക്രമേണ ഇക്കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും പ്രസ്തുത വിമർശനങ്ങൾ അമുസ്ലിം വിശ്വാസികൾ, അതിൽ തന്നെ ക്രൈസ്തവ മിഷണറിമാർ വളരെ നന്നായി ചെയ്തു തുടങ്ങി. അങ്ങനെ നാനാവശത്തു നിന്നുമുള്ള വിമർശനങ്ങളാൽ ഉത്തരമില്ലാതെ വശം കെട്ട ഇസ്ലാം പ്രതിരോധത്തിലാകുകയും ഇനി എന്ത് എന്നറിയാതെ ഉഴലുകയുമാണ് ഇപ്പോൾ. ഇസ്ലാമിനെ പ്രഥമ പരിഗണന നൽകി സ്വതന്ത്ര ചിന്തകർ വിമർശിക്കുമ്പോൾ അതിനർത്ഥം മറ്റു മതങ്ങളിൽ വിമർശിക്കാൻ ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റാണ് എന്നല്ല. ചില ക്രിസ്ത്യൻ തീവ്രവാദികൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവരോടായാണ് ഈ പോസ്റ്റ്. അതിപ്പോൾ വന്ന പുന്നയ്ക്കനായാലും ഇനി വരാൻ പോകുന്ന ഏത് പുണ്ണാക്കനായാലും ഇപ്പോൾ നിങ്ങൾ ഒരു ഗ്യാപ്പ് കണ്ട് അത് നല്ലൊരു അവസരമാണ് എന്ന് വിചാരിച്ച് ആ ഗ്യാപ്പിലേക്ക് നിങ്ങളുടെ മതത്തിനെ തിരികെ കളയാം എന്ന് വ്യാമോഹിക്കേണ്ട. നിങ്ങളുടെ കിതാബും ഓക്കെ എന്നല്ല, പെർഫെക്റ്റ് ഓക്കെയാണ് യുക്തിവാദികൾക്ക്. നിങ്ങൾ കാണുന്ന ആ ഗ്യാപ്പ് നിങ്ങൾക്ക് പറ്റിയതല്ല, അത് ഇനിയും വലുതാകും. അവിടേക്ക് കയറിക്കളയാം എന്നാണ് ഭാവമെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, കവ കീറും. ഫേസ്ബുക്ക് എൻ്റെ പ്രൊഫൈലിനെ 1 മാസത്തേക്ക് കമൻ്റ് ഇടുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ പോസ്റ്റിൽ അവിടെ മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനുള്ള മറുപടിയും കൂടി ചേർത്ത് ഞാൻ ഇവിടെ പറയാം. അത് ശരിക്കും പറഞ്ഞൊരു 8 കാലി വമ്മൂഞ്ഞി പോസ്റ്റും കൂടിയാണ് പറയുന്നത് കേട്ടോ. ഈ സ്നേഹസംവാദം പരിപാടിയൊക്കെ ആയിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് നിരീശ്വരവാദികളാണെന്ന്, യുക്തിവാദികളാണ്, എക്സ് മുസ്ലിംസ് ഒക്കെ ആണെന്നാണ്. അവരുടെ വിമർശനമൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ക്രിസ്ത്യാനികളും അത് ഏറ്റുപിടിച്ച് വന്നതെന്ന്. ഇതാണ് 8 കാലി മമ്മൂഞ്ഞിസം എന്ന് പറയുന്നത്. എവിടെയാണ് ഈ സ്നേഹസംവാദം പരിപാടി അക്ബർ നടത്തി കഴിഞ്ഞ് പോയിട്ട്, സ്നേഹസംവാദം പരിപാടി നടത്തി കഴിഞ്ഞ് പോയിട്ട് മറ്റ് മതങ്ങളെ നിന്ദിക്കുന്ന പരമത നിന്ദ നടത്തിക്കൊണ്ട് അക്ബർ ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തി പോയിട്ട് എവിടെയാണ് അതിന് മറുപടിയായിട്ട് നിരീശ്വരവാദികൾ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്? പറ, എവിടെയാണ്? ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പറയാനുണ്ടോ? ഒരെണ്ണം വേണ്ട, അരയല്ല 4 എടുത്ത് പറയാനുണ്ടോ നിങ്ങൾക്ക്? അക്ബർ പ്രോഗ്രാം ചെയ്തു പോയ ഇടത്ത് വന്നിട്ട് ഒരു മറുപടി പറഞ്ഞത് ഒരിടത്തും ഇല്ല. കാരണം അത് നിരീശ്വരവാദികൾക്ക് മറുപടി പറയേണ്ടുന്ന കാര്യവും ഇല്ലാത്തൊരു സംഗതിയാണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയുമാണ് അക്ബർ ആക്രമിച്ചിരിക്കുന്നത്. ഹിന്ദു മത ഗ്രന്ഥങ്ങളെയും ബൈബിളിനെയൊക്കെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളടത്ത് നിരീശ്വരവാദികൾക്കൊന്നും എന്ത് മറുപടി പറയാനാണ്? അവരൊന്നും വേണ്ടിയിട്ടില്ല. മറുപടി പറഞ്ഞിട്ടുള്ളത് അക്ബറുടെ സ്നേഹസംഭാവം എന്നൊക്കെ പറഞ്ഞ് പരമത നിന്ന് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പബ്ലിക്കായിട്ട് ആദ്യം ഒരു മറുപടി പറയുന്നതെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ദൈവദാസൻ പെരുമ്പാവൂർ വെച്ച് ചെയ്തു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തും വെച്ച് ചെയ്തു. നല്ല ക്ലാസ് ലെവലിലുള്ള മറുപടി അങ്ങ് കൊടുത്തു. ആദ്യമായിട്ട് ഈ ഹദീസുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന വൃത്തികേടുകൾ ഒരു പബ്ലിക് സ്റ്റേജിൽ റോട്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ റോഡരിയിൽ നിന്നുകൊണ്ട് പൊതുജനത്തിൻ്റെ മുമ്പാകെ വിളിച്ചു പറഞ്ഞ ഖ്യാതി എന്ന് പറയുന്നത് ഈ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിക്ക് തന്നെയാണ്. അദ്ദേഹമാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവരെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്, നിരീശ്വരവാദികൾ എഴുതുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അവരുടെ മാസികകളിലൊക്കെ 4, 3, 7 പേര് വായിക്കുന്ന ഇവരുടെയൊക്കെ ചില മാസികകളുണ്ടല്ലോ, അതിനകത്തൊക്കെ ഇവരൊക്കെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ മറുപടി കൊടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. മറുപടി കൊടുത്തിട്ടുള്ളത് ക്രൈസ്തവർ തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് രംഗത്ത് വന്നു. സാക്ഷി എന്ത് ചെയ്തു? അക്ബറോ അല്ലെങ്കിൽ മുഹമ്മദ് ഈസയോ ഒക്കെ എവിടെ പ്രോഗ്രാം വെച്ച് പോയിട്ടുണ്ടോ അതിൻ്റെ പുറകെ തന്നെ അവിടെ വന്ന് അവർ ആ പ്രോഗ്രാമിൽ അവിടെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു. എന്തുണ്ടായി? അക്ബറും നിർത്തി, ഈസയും നിർത്തി ഈ പരിപാടി. അപ്പം അങ്ങനെയുള്ള ആ സംഗതിയെക്കുറിച്ചാണ് പറയുന്നത്. നിരീശ്വരവാദികളൊക്കെ ആദ്യമേ ഈ അപകടം മനസ്സിലാക്കി ഇതിനെ എതിർത്തിരുന്നു. അതിനുശേഷമാണ് ഇവർ വന്നത് ക്രിസ്ത്യാനികൾ. ഇനി സോഷ്യൽ മീഡിയയിലേക്ക് വന്നാലോ? അത് രസമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് 10-12 കൊല്ലം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇസ്ലാമിനെ പ്രമാണബദ്ധമായിട്ട് എതിർക്കുന്നത്, പ്രമാണം വെച്ചുകൊണ്ട് ഇവരുടെ ഖുർആനും ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ട് എതിർക്കുന്നത് ആകെ 2 പേരാണ് ഇതിനെതിരായിട്ട് സംസാരിക്കുന്നത്. ബാക്കിയുള്ള ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുന്ന ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് അന്ന് അവിടെ പീഡിപ്പിച്ചു, ഉസ്താദ് ഇന്ന് ഇവിടെ പീഡിപ്പിച്ചു, അവിടെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു പറഞ്ഞിട്ട് ഇന്നത്തെ കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിങ്ങളെ കളിയാക്കുക അല്ലെങ്കിൽ വിമർശിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അത് ചെയ്തത് ഞങ്ങളാണ്, ക്രൈസ്തവർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീശ്വരവാദികൾ നമുക്കറിയാം, വാ പോയ കോടാലിയാണ്, അവർക്ക് എന്തും പറയാം. അവർ വാ പോയ കോടാലിയാണെന്ന് സമൂഹത്തിനറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം, ലൈസൻസ് സമൂഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ വന്ന് ഇസ്ലാമിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഈ 2 സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയാണ്. ചിലപ്പോൾ ഒരു വർഗീയ ലഹള തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ പ്രമാണങ്ങൾ വെച്ചിട്ടാണ്, ഖുർആനും ഹദീസുകളും തഫ്സീറുകളും എല്ലാം വെച്ചിട്ടാണ് ക്രൈസ്തവർ ആദ്യം മുതലേ സംസാരിക്കാൻ തുടങ്ങുന്നത്.
അവരുടെ നിരീശ്വരവാദികളുടെ ഭാഗത്ത് രണ്ട് പേര് എക്സ് മുസ്ലിംസാണ്. ഇവർ മാത്രമേ ഉള്ളൂ ഈ പ്രമാണം വെച്ച് എതിർത്തുകൊണ്ടിരുന്നത്, വേറെ ആരുമില്ല. എന്നാൽ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ക്രൈസ്തവർ കൃത്യമായിട്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചത്. തെളിവില്ലാതെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഹദീസുകളൊക്കെ ഇങ്ങനെ കാണിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ഖുർആൻ ആയത്തുകളും ഹദീസുകളും തഫ്സീർ എന്നുള്ളതൊക്കെ എടുത്തിടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് പിന്നീട് നിരീശ്വരവാദികൾ എന്ത് ചെയ്യുന്നത്, പ്രമാണം വെച്ച് ഇവരെ വിമർശിക്കാൻ തുടങ്ങുന്നത്. അതുവരേക്കും ഇവരുടെ വിമർശനം മുഴുവനും ഉസ്താദിൻ്റെ കാര്യങ്ങളും അത് ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളിതെല്ലാം കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അത് എടുക്കുന്നത്. ഇവരുടെ പല നേതാക്കന്മാരും ഡിബേറ്റ് നടത്തിയിരിക്കുന്നത് പോലും നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഗ്രൂപ്പിനകത്ത് ഞങ്ങളിട്ട പല പോസ്റ്റുകളെയും, അതുപോലെ സത്യമാർഗം എന്ന് പറയുന്ന ഞങ്ങളുടെ വെബ്സൈറ്റിനകത്തും, പിന്നെ സാക്ഷിയുടെ ഇതിൽ ഞങ്ങൾ നടത്തിയിരിക്കുന്ന പല വീഡിയോകളിലും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ എടുത്തിട്ടാണ് ഇവർ ഡിബേറ്റ് നടത്തിയിരിക്കുന്നത്. പല കാര്യങ്ങൾക്കും ഞങ്ങളുടെ പഠനങ്ങളാണ് ഇവർ ആശ്രയിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് ആ നിരീശ്വരവാദികളും എക്സ് മുസ്ലിംസും ആദ്യം വന്നു, അതിനുശേഷം ഇപ്പോൾ ക്രിസ്ത്യാനികൾ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ എട്ടുകാലി മമ്മൂഞ്ഞിസം ഉണ്ടല്ലോ, അത് കോമഡിയാണ്. ഞങ്ങൾക്കത് കോമഡി ആയിട്ടേ തോന്നുള്ളൂ. അത് ഞങ്ങൾ അവഗണിച്ച് വിടുകയാണ്. അതുകൊട്ടെ. പക്ഷേ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നല്ലോ, കവ കീറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ മുന്നറിയിപ്പൊക്കെ എട്ടായി മടക്കി സ്വന്തം പോക്കറ്റിൽ അങ്ങ് തിരികെ വെച്ചാൽ മതി കേട്ടാ. അത് ഞങ്ങളുടെ മുമ്പാകെ എടുക്കാൻ നിൽക്കണ്ട. ഇസ്ലാമിനെ വിമർശിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഒരു സഹായവും നിരീശ്വരവാദികളിൽ നിന്ന് വേണ്ട. അത് എക്സ് മുസ്ലിമായ നിരീശ്വരവാദി ആയാലും അല്ലാത്ത നിരീശ്വരവാദി ആയാലും ഒരു സഹായവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇസ്ലാമിനെതിരെ, ഖുർആനെതിരെ, ഹദീസുകൾക്കെതിരെ, ശരീഅത്ത് നിയമത്തിനെതിരെ ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉന്നയിച്ച വിമർശനങ്ങളാണ്, ക്രിസ്ത്യാനികൾ നടത്തിയ സ്റ്റഡികളാണ് ഇന്ന് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ അതൊന്നും നിരീശ്വരവാദികൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചതൊന്നുമല്ല. ക്രിസ്ത്യാനികൾക്ക് ആകെ ഒരു ബൈബിൾ ഉള്ളതുപോലെയല്ല മുസ്ലിങ്ങളുടെ സ്ഥിതി. 1,400 പുസ്തകങ്ങളുണ്ട്. ഖുർആൻ, ഹദീസുകൾ, മഗാസി ലിഖിതങ്ങൾ, സീറകൾ, തഫ്സീറുകൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ തുടങ്ങി കുറേ എണ്ണമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഇതെല്ലാം കുത്തിയിരുന്ന് പഠിക്കുകയും വിശകലനം ചെയ്യുകയും വിമർശന വിധേയമാക്കുകയും ചെയ്തതാണ് ഇന്ന് നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ നിരീശ്വരവാദികളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല അവർ ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം മാത്രം ഇപ്പോൾ തരാം. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമല്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർ ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്ന ഒരു സംഭാവനയെക്കുറിച്ചാണ്. ഇത് ഖുർആനെ കുറിച്ചുള്ള ഡോക്ടർ ബ്രയൻ ആർതർ ബ്രൗണിൻ്റെ സ്റ്റഡിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഡോക്ടർ ബ്രയൻ ആർതർ ബ്രൗൺ ഒരു ക്രിസ്ത്യാനിയാണ്. എനിക്കറിയാം നിങ്ങൾക്കിത് കാണുമ്പോൾ ഒന്നും മനസ്സിലാകുന്നുണ്ടാകില്ല എന്നുള്ള കാര്യം. 7 നിറങ്ങൾ ഏറിയും കുറഞ്ഞുമുള്ള ഒരു ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്.